ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു പ്ലസ് ലൈൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 പൊളിറ്റിക്കൽ സയൻസിന്റെ സെക്കൻഡ് ടേർമൽ എക്സാമിനേഷൻ, അതായത് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത സ്റ്റുഡൻസ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുകയും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൽ കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. First question. What is mean by justice? Explain the principles of justice. എന്താണ് നീതി എന്ന് പറയുന്നത്, അതുപോലെ തന്നെ നീതിയുടെ പ്രധാനപ്പെട്ട തത്വങ്ങൾ എന്തൊക്കെയാണെന്നും എഴുതുക. നന്നായിട്ട് പഠിക്കണം. 8 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഇമ്പോർട്ടന്റ് വൺ. Second question. Fundamental rights are so important in our life. Explain briefly the fundamental rights enshrined in our constitution. അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവിധ മൗലിക അവകാശങ്ങളെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതും 8 മാർക്കിന് ചോദിച്ചുള്ള ചോദ്യമാണ്. നന്നായിട്ട് പഠിക്കുക. Third question. Identify and explain the changes brought about by the 73rd and 74th amendments in പഞ്ചായത്തി രാജ് ആൻഡ് നഗരപാലിക ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പഞ്ചായത്ത് രാജ് നഗരപാലിക സ്ഥാപനങ്ങളിൽ ഭരണഘടനാ ഭേദഗതി 73ഉം 74ഉം കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് വിശദീകരിച്ചെഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അതും 8 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബേസ്ഡ് ഓൺ ദ ഹിന്റ്സ് പ്രൊവൈഡഡ് അനലൈസ് ദ നേച്ചർ ഓഫ് ഇന്ത്യൻ ഫെഡറലിസം. താഴെ നൽകിയിരിക്കുന്ന ഹിൻസിന്റെ അടിസ്ഥാനത്തിൽ, സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അടിയന്തരാവസ്ഥ, എമർജൻസി പ്രൊവിഷൻ, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, ധനപരമായ അധികാരവും ഉത്തരവാദിത്വവും, റോൾ ഓഫ് ഗവർണർ ആൻഡ് പ്രസിഡന്റ് റൂള്, ഗവർണറുടെ പങ്കും രാഷ്ട്രപതി ഭരണവും, സിംഗിൾ ഇന്റഗ്രേറ്റഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, ഏക സംയോജിത ഭരണ സംവിധാനം, സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഏക പൗരത്വം, സ്പെഷ്യൽ പവേഴ്സ് ഓഫ് ദ രാജ്യസഭ, രാജ്യസഭയുടെ പ്രത്യേക അധികാരം. അപ്പൊ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. അതുപോലെ തന്നെ ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ ഫീച്ചേഴ്സും പഠിച്ചിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. 8 മാർക്കിന് ചോദിച്ചുള്ള ചോദ്യമാണ്. ഫിഫ്ത് ക്വസ്റ്റ്യൻ. സം പൊളിറ്റിക്കൽ ഫിലോസഫീസ് വിച്ച് ഡീപ്ലി ഇൻഫ്ലുവൻസ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഗിവൺ ബിലോ. അനലൈസ് ദം. ഇന്ത്യൻ ഭരണഘടനയെ ആഴത്തിൽ സ്വാധീനിച്ച ഏതാനും രാഷ്ട്രീയ തത്വശാസ്ത്രങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. അവ വിശകലനം ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻഡിവിജ്വൽ ഫ്രീഡം, വ്യക്തി സ്വാതന്ത്ര്യം, സെക്യുലറിസം, മതേതരത്വം, യൂണിവേഴ്സൽ ഫ്രാഞ്ചൈസി, സാർവത്രിക വോട്ടവകാശം, ഫെഡറലിസം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് എഴുതേണ്ടതാണ്. 8 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ ലോ മേക്കിംഗ് പ്രൊസീജിയർ ഇൻ ഇന്ത്യൻ പാർലമെന്റ് ആൻഡ് പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ലോക്സഭ ആൻഡ് രാജ്യസഭ. അതായത് ഇന്ത്യൻ പാർലമെന്റിലെ നിയമനിർമ്മാണ പ്രക്രിയ എങ്ങനെയാണെന്ന് എഴുതണം. ലോക്സഭയുടെയും രാജ്യസഭയുടെയും അധികാരം, പവേഴ്സ് എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ അവരുടെ ഫങ്ഷൻസ്, ധർമ്മം എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. 5 മാർക്കിന് ചോദിച്ചുള്ള ചോദ്യമാണ്. 7th ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ മേജർ ഫ്ലോസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ഇന്ത്യൻ ഇലക്ട്രൽ സിസ്റ്റം. ഗിവ് സജഷൻസ് ടു ഇംപ്രൂവ് ഇന്ത്യൻ ഇലക്ട്രൽ സിസ്റ്റം ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ. അതായത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിന്റെ പ്രധാന പോരായ്മകൾ എന്തെല്ലാമാണെന്ന് എഴുതണം. അതുപോലെ തന്നെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം പരിഷ്കരിക്കുന്നതിനായുള്ള നിർദ്ദേശങ്ങൾ നൽകണം. ഇലക്ഷൻ കമ്മീഷന്റെ ഫങ്ഷൻസ്, ധർമ്മം എന്തെല്ലാമാണെന്നും എഴുതേണ്ടതാണ്. അപ്പൊ ഇത് നമുക്ക് 5 മാർക്കിന് അല്ലെങ്കിൽ 8 മാർക്കിനൊക്കെ പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. 8th ക്വസ്റ്റ്യൻ. ദ ലെജിസ്ലേച്ചർ ഹാസ് സെവറൽ മെത്തേഡ്സ് ടു കൺട്രോൾ ദ എക്സിക്യൂട്ടീവ്. എക്സ്പ്ലെയിൻ ദ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് പാർലമെന്ററി കൺട്രോൾ ഓവർ ദ എക്സിക്യൂട്ടീവ്. കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നതിന് നിയമനിർമ്മാണ സഭയ്ക്ക് നിരവധി മാർഗങ്ങളുണ്ട്. കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കാനുള്ള പാർലമെന്റിന്റെ ഉപാധികൾ, ഇൻസ്ട്രുമെന്റ്സ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. 5 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. എക്സ്പ്ലെയിൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ് ഭരണഘടനയെന്നും ഭരണഘടനയുടെ ഫങ്ഷൻസ്, ധർമ്മം എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. ഇത് നമുക്ക് 5 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. 9th question. The Constitution of India create a strong central government. Write the provisions that make center more strong. ഇന്ത്യൻ ഭരണഘടന ശക്തമായ ഒരു കേന്ദ്ര ഗവൺമെന്റിന് രൂപം നൽകുന്നു. കേന്ദ്രത്തെ ശക്തമാക്കുന്ന വ്യവസ്ഥകൾ ഏതെല്ലാമാണെന്ന് എഴുതുക. 5 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്.
10th question. What is mean by equality? Explain the dimensions of equality. എന്താണ് ഇക്വാളിറ്റി, സമത്വം എന്നും അതുപോലെ തന്നെ ഇക്വാളിറ്റിയുടെ ഡയമെൻഷൻസ് ഏതൊക്കെയാണെന്നും പഠിച്ചിരിക്കണം. 5 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. ഓക്കെ, അപ്പൊ ഇത് കൂടാതെ എക്സ്ട്രാ ഒരു 5 ക്വസ്റ്റ്യൻസ് കൂടെ പറയാണ്, അതുകൊണ്ട് നിങ്ങൾ നോക്കി വെച്ചിരിക്കണം. പ്രിപ്പയർ എ നോട്ട് ഓൺ ദ റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ റോൾ, പങ്കെന്താണെന്നും അതുപോലെ തന്നെ ഫങ്ഷൻസ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. 5 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്, ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഡിസ്ക്രൈബ് ദ ഡിസ്ക്രിഷണറി പവേഴ്സ് ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ പ്രസിഡന്റിന്റെ വിവേചനാധികാരം എന്താണ് എന്ന് മനസ്സിലാക്കിയിരിക്കണം. 4 മാർക്കിനൊക്കെ മുൻ വർഷങ്ങളിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്, അപ്പൊ അത് നോക്കി വെച്ചിരിക്കുക. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ഹാം പ്രിൻസിപ്പിൾ. എന്താണ് ഹാം പ്രിൻസിപ്പിൾ എന്ന് നോക്കി വെച്ചിരിക്കണം, അതും 4 മാർക്കിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ സുപ്രീം കോടതിയുടെ അധികാരപരിധി എന്താണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്.